കോട്ടയം ജില്ലയിലെ വൈക്കപ്രയാർ മങ്ങാട്ടെപ്പറമ്പിൽ ടി ജോസഫിന് ഇന്ന് പ്രായം 73 വയസ്സ്. കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണെങ്കിലും 30 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം കൃഷിയിടത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിയിട്ട് ഇപ്പോൾ 16 വർഷം. പ്രായാധിക്യത്തെ വെല്ലുന്ന അധ്വാനശീലം, കൃഷിയെന്ന് കേട്ടാൽ യൗവനത്തിന്റെ പ്രസരിപ്പ്. ഇഷ്ട കൃഷിവിള ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി: ജാതികൃഷി. ഒന്നേകാൽ ഏക്കർ വരുന്ന സ്ഥലത്ത് 98 ജാതിമരങ്ങളാണ് ജോസഫിനുള്ളത്. എല്ലാം നല്ല കായ്ഫലമുള്ള സങ്കര ഇനത്തിൽപ്പെട്ടവ. അവയിൽ ചിലത് വലിപ്പമേറിയ കായ്കൾ പേർന്നവയാണെങ്കിൽ മറ്റു ചിലത് എണ്ണത്തിൽ പെരുകിയ കായ്കൾ തൂക്കിയാണ് കൗതുകം പകരുന്നത്. മറ്റു ചില കൃഷിയിലേക്ക് തിരിഞ്ഞെങ്കിലും അതൊക്കെ പരാജയമായതുകൊണ്ട് നിർത്തി ജാതിയിൽ തന്നെ ഊന്നൽ കൊടുത്തു. ജാതി ഒരു ഉത്തമമായ വിളയാണ്. 2 സ്പൈസസ് ഒരുപോലെ തരുന്ന വിളയാണ്. ജാതിക്കായും സ്പൈസാണ്, അതുപോലെ ജാതിപത്രിയും ഏറ്റവും വില കൂടിയ സ്പൈസുകളിലൊന്നാണ്. ഏറ്റവും അധികം നടീൽ വസ്തുക്കൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഏറ്റവും ഉത്തമമായ നടീൽ വസ്തുക്കളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ജാതിക്ക നമ്മൾ പറിച്ച് അതിൻ്റെ ജാതിപത്രിയും ജാതിക്കായും പച്ചയ്ക്ക് തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് 27 ഗ്രാം വരെ, 27ഓ 28ഓ ഗ്രാം വരെ കിട്ടുന്നുണ്ട്. അത് ഉത്തമമായ വിളവാണ്. അതായത് 50 ജാതിക്ക ഉണ്ടെങ്കിൽ പച്ചയ്ക്ക് 1 കിലോ ജാതിക്ക നമുക്ക് കിട്ടും. ജാതിയുടെ ശാസ്ത്രീയ പഠനത്തിന്റെ ഭാഗമായി മണ്ണുത്തി കാർഷിക സർവകലാശാല ഇവിടെ അടയാളപ്പെടുത്തിയ AC14, AC15 വിഭാഗത്തിൽപ്പെട്ട ജാതിമരങ്ങൾ ജോസഫിന്റെ ജാതിത്തോട്ടത്തിനെ ശ്രദ്ധേയമാക്കുന്നു. ഓരോ വിഭാഗത്തിലും 5 തരം ജാതിമരങ്ങളാണ് ഇവിടെ ഉള്ളത്. ജാതിയുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒലിയോറസിൻ ഓയിൽ സാധാരണ മരങ്ങളിൽ 27% കാണുന്നതെങ്കിൽ ജോസഫിന്റെ തോട്ടത്തിലെ AC14, 15 ഇനങ്ങളിൽ 32% ഉള്ളതായാണ് കാർഷിക സർവകലാശാലയിലെ ശാസ്ത്ര വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. AC14, 15 വെറൈറ്റി അത് ഒരു 3 വർഷത്തെ പ്രോജക്റ്റാണ്. മണ്ണുത്തിയിൽ നിന്ന് വന്ന ഡോക്ടർ നൈദിയും ഡോക്ടർ മിന്നിരാജും കൂടിയാണ് എൻ്റെ തോട്ടം കാണാനായിട്ട് ഒരു ദിവസം ബൈ ചാൻസ് വരാനിടയായത്. അതുപോലെ വരിക എൻ്റെ ജാതിയെക്കുറിച്ചും ജാതിക്കയെക്കുറിച്ചും ശാസ്ത്രീയമായ പഠനങ്ങൾ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നടത്തി. അവരാണ് വന്ന് ഈ AC14 5 മരങ്ങളും AC15 5 മരങ്ങളും അടയാളം കെട്ടിപ്പോയിട്ടുണ്ട്. അവരതിൻ്റെ ജാതിക്കാരുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതിൻ്റെ ഒലിയോറസിൻ എന്ന് പറഞ്ഞ ഒരു ഓയിലാണ്. ആ ഓയിലിൻ്റെ അളവ് സാധാരണ ജാതിക്കായി 27% കാണുന്നു. എൻ്റെ മരങ്ങളിൽ ഉണ്ടായ ജാതിക്ക കൊണ്ട് പരിശോധിച്ചിട്ട് അതിൽ 32% ഒലിയോറസിൻ ഉണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. കൃഷിസ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് കൂന കൂട്ടിയാണ് ഇവിടെ ജാതികൾ നട്ടിരിക്കുന്നത്. അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം മാത്രമേ ജാതിക്ക് ആവശ്യമുള്ളൂ എന്നതിനാൽ തെങ്ങിന്റെ ഇടവിള എന്ന രീതിയിൽ ജാതികൾ നിൽക്കുന്നു. ഒരു തെങ്ങ് ഒരു ജാതി എന്ന നിലയിൽ നിൽക്കുന്നതിനാൽ വളവും വെള്ളവും ഇരുവൃക്ഷങ്ങൾക്കും ഒരേപോലെ ലഭിക്കുന്നു. ഇവിടുത്തെ പ്രദേശത്തിന് അനുസരിച്ച് ജാതി നമ്മൾ തട്ടിലാണ് വളർത്തുന്നത്. തട്ടിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മണ്ണ് അതിന് ചുറ്റും കൂട്ടി, അതായത് കുഴിയെടുത്തല്ല വയ്ക്കുന്നത്. ഭൂമി നിരപ്പിൽ ജാതി വെച്ചിട്ട് അതിൻ്റെ പുറമെ മണ്ണ് കൂട്ടി ഒരു തട്ടായിട്ട് സംരക്ഷിച്ചു വരുന്ന ഒരു രീതിയാണ് ഇവിടെ വയ്ക്കുന്നത്. ജാതി നടുമ്പോൾ തന്നെ നമ്മളതിന് ആവശ്യമായ ഫോസ്ഫറസ് വളങ്ങളും ചാണകപ്പൊടിയും അതുപോലെ മണ്ണ് പരിശോധിച്ച് മണ്ണിൻ്റെ pH സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ചാണ് ഞാൻ വളപ്രയോഗം നടത്തുന്നത്. ജാതി ഒരു തനിവിളയല്ല, അത് ഇടവിളയാണ്. അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ജാതി ആരോഗ്യത്തിന് നിൽക്കുകയുള്ളൂ. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തെങ്ങ് കൂടി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജാതി ഒരു തെങ്ങ്, പിന്നെ ഒരു ജാതി ഒരു തെങ്ങ്, ആ ക്രമത്തിലാണ് ഈ തോട്ടത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജാതിക്ക് കൊടുക്കുന്ന വളമൊക്കെ തെങ്ങിനും കിട്ടുന്നത്. തെങ്ങുമൊക്കെ നല്ല ആരോഗ്യത്തിനും നല്ല പരിചരണത്തിനുമാണ് നിൽക്കുന്നത്. നനയുടെയും ഭാഗങ്ങൾ കുറച്ചൊക്കെ തെങ്ങിന് കിട്ടും, വളവും കിട്ടും. അതുകൊണ്ട് 2 വിളകളും ക്ലബ് നന്നായിട്ട് പോകുന്നതിന് സഹായിക്കുന്നുണ്ട്.
ജോസഫിന്റെ ജാതി കൃഷിക്ക് കൂട്ടായി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവുമുണ്ട്. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ തോത് നിജപ്പെടുത്തൽ, ജൈവാണു വളപ്രയോഗം, കുമിൾനാശിനിയുടെ ഉപയോഗം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹകരണവും അതാത് സമയങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ഈ കർഷകന് നൽകിപ്പോരുന്നു. വൈക്കത്തുള്ള ജോസഫ് എന്ന ജാതി കർഷകൻ കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ മണ്ണ് പരിശോധനയുടെ ആവശ്യവുമായിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ തീർത്തും ജൈവ രീതിയിൽ തന്നെ ജാതി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. വൈക്കം മേഖലയിൽ പൊതുവെ കർഷകരെല്ലാവരും തന്നെ ജാതി കൃഷി ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ സുഗന്ധവിളകളെല്ലാം തന്നെ ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ മണ്ണിൽ ചില മൂലകങ്ങളുടെ അഭാവവും ചില മൂലകങ്ങളുടെ ആധിക്യവും കാണുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ജൈവ കൂട്ടുകളോടൊപ്പം തന്നെ അഭാവമുള്ള മൂലകങ്ങൾ ജൈവ രീതിയിലോ രാസരീതിയിലോ ചേർത്ത് കൊടുക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ ജോസഫ് എന്ന കർഷകനോട് നിർദ്ദേശിക്കുകയും അദ്ദേഹം അത് പ്രകാരമുള്ള വളം ചെയ്യുകയും ചെയ്തു. അവിടെ കണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജാതിക്ക, അതായത് ജാതിപത്രി മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ജാതിക്ക പൊട്ടി വീഴുകയും പൊതുവെ നോക്കുമ്പോൾ വളരെ ഫ്രഷായിട്ട് യാതൊരു അസുഖത്തിൻ്റെതായ ലക്ഷണവുമില്ലാതെ വളരെ ഫ്രഷായിട്ട് തന്നെ ജാതിക്ക ഇരിക്കുകയും അതിൻ്റെ അകത്തുള്ള പത്രി മൂപ്പെത്തുന്നതിന് മുമ്പ്, അതായത് ചുമക്കുന്നതിന് മുമ്പ് തന്നെ വെള്ള കളറായിരിക്കുമ്പോൾ തന്നെ പൊട്ടി താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. കൂടുതൽ ഏരിയയിലും ഇത്തരം ഒരു പ്രശ്നം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ മണ്ണ് പരിശോധിക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തത്. അപ്പോൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടത് പ്രധാന മൂലകമായ പൊട്ടാസ്യത്തിൻ്റെ വലിയൊരു അഭാവവും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ അഭാവവുമാണ് കണ്ടത്. ഇത് രണ്ടും ജാതി കൃഷിയെ അല്ലെങ്കിൽ ജാതി കർഷകരുടെ വരുമാനം വളരെയധികം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ചില രോഗങ്ങളുടെയും കീടങ്ങളുടെയും ഒക്കെ സാധ്യത കൂട്ടുന്നതായിട്ടും നമ്മൾ കണ്ടു. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജോസഫ് ചേട്ടൻ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള വളപ്രയോഗ രീതി അവലംബിക്കുകയുണ്ടായത്. അദ്ദേഹം ലഭ്യമായിട്ടുള്ള എല്ലാ ജൈവ വളക്കൂട്ടുകളും ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള അഭാവമുള്ള പൊട്ടാഷ് പോലുള്ള വളം ചേർക്കുകയും സൂക്ഷ്മ മൂലകമായ ബോറോൺ കിട്ടുന്നതിനായിട്ട് ബോറാക്സ് പോലുള്ള സൂക്ഷ്മ മൂലകം അടങ്ങിയിട്ടുള്ള ബോറാക്സ് എന്ന് പറയുന്ന രാസവളം ചേർത്ത് കുടിക്കുകയും ചെയ്തപ്പോൾ നേരത്തെ ഈ പറഞ്ഞ മൂപ്പെത്താതെ പൊട്ടി വീഴുന്ന ഈ പ്രശ്നം തീർത്തും പരിഹരിക്കാനാകുകയും അതുമാത്രമല്ല ജാതിപത്രിയുടെയും നമ്മുടെ ജാതിക്കായുടെയും അതിൻ്റെ അകത്തെ കായുടെയും തൂക്കം കൂടുന്നതായിട്ടും കണ്ടു ഈ രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ. തോട്ടത്തിലെ കുളത്തിൽ നിന്നും ജലം പമ്പ് ചെയ്ത് ഓരോ ജാതി ചുവട്ടിലുള്ള സ്പ്രിംഗ്ലർ വഴിയാണ് ജലസേചനം നടത്തുക. തന്മൂലം തടത്തിന്റെ എല്ലാ ഭാഗത്തും നനയ്ക്കാനാവുകയും അമിത ജലപ്രവാഹം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഉപയോഗിച്ച് നനയ്ക്കാമെന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. കാരണം ജാതിയിലെ എല്ലാ വേരുകളും കൃത്യമായ രീതിയിൽ ഒരേപോലെ നനയണമെങ്കിൽ സ്പ്രിംഗ്ലർ തന്നെ വേണം. ജൈവമായിട്ട് പ്രധാനമായി ഉപയോഗിക്കുന്ന ചാണകവും കോഴിവളമാണ്. 30 കിലോ വയ്ക്കുമ്പോൾ 10 ചാണകവും 3 കിലോ പയറും ഒരു 1.5 കിലോ ശർക്കരയും ഒരു 5 ലിറ്റർ ഗോമൂത്രവും സംഘടിപ്പിച്ചത് ഒരു 5 മുതൽ 7 ദിവസം വരെ വെച്ച് ഇളക്കി കൊടുത്ത് ഒരു പിടി മണ്ണ് കൂടി ചേർക്കുക. അതിനകത്ത് നല്ല ഫലഭൂയിഷ്ഠ വളക്കൂറുള്ള മണ്ണ് അത് വെച്ചതിന് ശേഷം അത് ഇരട്ടിയാക്കി ജാതിയുടെ ചുവട്ടിലും പച്ചക്കറികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വളപ്രയോഗ രീതിയാണ് ട്രൈക്കോഡർമയും ചാണകപ്പൊടിക്കകത്ത് വളർത്തി അതിനകത്ത് നീം കേക്ക് വേപ്പിണ്ണ കൂടി ചേർക്കും. എന്നിട്ട് ഒരു 14 ദിവസം അതിനെ കൃത്യമായ രീതിയിൽ വളർത്തിയെടുത്ത് ട്രൈക്കോഡർമ ചാണകപ്പൊടി വളർത്തിയെടുക്കും. എന്നിട്ട് ഒരു മരത്തിന് 5 കിലോ വീതം എല്ലാ മരങ്ങൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ മരങ്ങൾ എല്ലാ തരത്തിലും ബാധകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഒട്ടനവധി കർഷകർ ഇദ്ദേഹത്തിന്റെ ഈ മാതൃക കണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രമായി അദ്ദേഹം വഴിയും നമ്മളോട് നേരിട്ടുമൊക്കെ ഈ ജാതി കൃഷിയിലുള്ള വളപ്രയോഗത്തെയും അദ്ദേഹത്തിന്റെ കൃഷി രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം, സുഗന്ധവിളകളിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം, ജൈവ കൃഷി ചെയ്യുന്നവരിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം ഇവയെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് അനവധി കർഷകർ നമ്മുടെ ഇവിടെ വരികയും കൃത്യമായിട്ടുള്ള നമ്മുടെ നിർദ്ദേശപ്രകാരം
പ്രകാരം അവരെല്ലാം തന്നെ കൃഷി ചെയ്യുകയും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാണുകയും ചെയ്തിട്ടുണ്ട്. ജാതിക്കയും ജാതിപത്രിയും വെയിൽ ക്രമീകരിച്ച് ഉണങ്ങുന്നതാണ് ഉത്തമമെങ്കിലും മഴക്കാലത്ത് ഇവ ഉണക്കിയെടുക്കുന്നതിനുള്ള ഒരു ലഘു സാങ്കേതിക വിദ്യയും ഈ കർഷകൻ സജ്ജീകരിച്ചിരിക്കുന്നു. അടുക്കളയിലെ അടുപ്പിന് സമീപം പുള്ളി ഉപയോഗിച്ച് ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന ഒരു തട്ടിന്മേൽ പുക കൊള്ളിച്ച് 2 ദിവസം കൊണ്ട് 10 കിലോ ജാതിക്ക ഉണക്കിയെടുക്കുന്നു. വീട്ടിനുള്ളിൽ ഒരു മേശയുടെ ഘടന മാറ്റി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാവുന്ന 3 തട്ടുകൾ തീർത്ത് അതിനുള്ളിൽ ബൾബ് തെളിച്ച് ആവശ്യത്തിന് ചൂട് നൽകി ജാതിപത്രിയും ഉണക്കിയെടുക്കുന്നു. ജാതിപത്രി ഇത്തരത്തിൽ ഉണക്കിയെടുക്കുന്നതിന് 3 മണിക്കൂർ സമയം മാത്രം മതിയാകും. ജാതിക്ക, ജാതിപത്രി എന്നീ 2 സുഗന്ധവ്യഞ്ജന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതും അതിനുള്ള വിപണന മൂല്യവുമാണ് ജോസഫ് എന്ന കർഷകനെ ജാതി കൃഷിയോട് അടുപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ വിറ്റുവരവ് 5.5 ലക്ഷത്തോളം രൂപയായിരുന്നു. ഇവിടെ ഉള്ളത് ഒരു ഏക്കർ 23 സെന്റ് 1.25 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഉദ്ദേശം ഒരു 98 ജാതിയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് വർഷം ഒരു കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ 5.5 ലക്ഷം രൂപയുടെ ജാതിക്കായും ജാതിപത്രിയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. 73-ാം വയസ്സിലും കൃഷി തുടർന്നതിന് ഞാൻ വളരെ സംതൃപ്തനാണ്. കൃഷിയിൽ നിന്നുള്ള ഏറ്റവും വലിയ ആദായം എൻ്റെ ആരോഗ്യമാണ്. കൃഷിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഐഡിയലായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഈ ആരോഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാവിലെ 8 മണി മുതൽ ജാതിത്തോട്ടത്തിലേക്ക് ഇറങ്ങി വിവിധ കൃഷിപ്പണികളിൽ ഏർപ്പെട്ട ശേഷം വിശ്രമത്തിനായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രായത്തിന്റെ അവശതകൾ മറന്ന് ചിലപ്പോൾ സഹധർമ്മിണിയും ഒപ്പമുണ്ടാകും. അപ്പോഴും എപ്പോഴും കാർഷികമായ സംതൃപ്തിയിൽ ടി ജോസഫ് എന്ന ഈ മുതിർന്ന കർഷകന്റെ ഹൃദയം നിറയും. ഒരു ജാതിപത്രിയുടെ സൗന്ദര്യം പോലെ. കാന്താരി മുളകിൽ ഔഷധ ഗുണം കണ്ടെത്തിയെന്ന വാർത്ത പരന്നതോടെ കമ്പോളം കാന്താരിയും പിടിച്ചടക്കി. ചികിത്സാർത്ഥം എരിഞ്ഞു കയറുന്ന കാന്താരി മുളക് തിരഞ്ഞുപോയ ഒരാൾ പിന്നീട് കാന്താരി വർഗത്തെ മുഴുവൻ തന്റെ വീട്ടുമുറ്റത്തെത്തിച്ച് കുടിയിരുത്തിയ ഒരു കൃഷിവിശേഷം പങ്കുവയ്ക്കുമ്പോൾ അതിൽ ചുവന്നു പഴുത്ത ഒരു കാന്താരി മുളകിന്റെ കാന്തിക്കൊപ്പം ഇച്ഛാശക്തിയുടെ എരിവുമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ തകിടിയിൽ വീട്ടിലെ ടി.പി. പ്രഹ്ലാദനാണ് ഈ കാന്താരി കഥയിലെ നായകൻ. പാരമ്പര്യമായി പച്ചക്കറി മൊത്തവ്യാപാരം നടത്തിപ്പോരുന്ന കുടുംബത്തിലെ അംഗമായ പ്രഹ്ലാദൻ ഒരു ചലച്ചിത്ര നടനും കൂടിയാണ്. ഒരിക്കൽ ഷൂട്ടിംഗ് വേളയിലുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് ഔഷധ ഗുണമാർന്ന കാന്താരി തേടിപ്പോയത്. ആവശ്യത്തിന് കാന്താരി മുളക് കിട്ടാതെ വന്നപ്പോൾ പ്രഹ്ലാദൻ തന്റെ വീട്ടുമുറ്റത്ത് കാന്താരി നട്ടു വളർത്താൻ ആരംഭിച്ചു. തുടർന്ന് പ്രഹ്ലാദന് കാന്താരിയോടുള്ള വാത്സല്യമേറവെ വിവിധ തരം കാന്താരികളാൽ തന്റെ വീട്ടുമുറ്റം നിറയ്ക്കണമെന്ന തീരുമാനം കൈക്കൊള്ളുകയുമായി. നെറ്റിലൂടെയും സൗഹൃദങ്ങളിലൂടെയും കാന്താരിപ്പടയെ തിരഞ്ഞ പ്രഹ്ലാദൻ ഇന്ന് ഭാരതത്തിലും വിദേശങ്ങളിലും കാണപ്പെടുന്ന 53 ഇനം കാന്താരികളെ തന്റെ വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്നു.
ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറഞ്ഞ ഗ്രാമത്താണ്. ഞാനിവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പച്ചക്കറി കച്ചവടക്കാരായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ എനിക്കൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി ദൈവത്തിന്റെ സ്വന്തം ഗ്ലീറ്റസ് പടത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നട്ടല് കംപ്ലൈന്റ് ആയിട്ട് ഞാനൊരു 1.5 വർഷത്തോളം കിടപ്പിലായിരുന്നു. അപ്പോൾ കിടപ്പിലായി അത്യാവശ്യം കാന്തകാരി മുളകിനോട് എനിക്ക് താല്പര്യമായിട്ട് ഞാൻ അത് അന്വേഷിച്ചപ്പോഴത്തേക്ക് കിട്ടാനില്ലാത്തൊരവസ്ഥയിലായി. കാരണം 1000 രൂപ വരെ മാർക്കറ്റ് വിലയുള്ള സാധനം നമുക്ക് അത്യാവശ്യത്തിന് കിട്ടാതെ. അപ്പം ഞാൻ 2 കാന്ത തുടങ്ങി. അപ്പോൾ അതോടുകൂടി പിന്നെ ഞാൻ ഈ മുളകുകളിലേക്കൊരു കമ്പ് എനിക്ക് തുടങ്ങി. മുളക് കൃഷി കൊടുക്കും. മറ്റെല്ലാ കൃഷികളും ഉണ്ടെങ്കിൽ പോലും മുളകിനോട് താല്പര്യം വിദേശ രാജ്യങ്ങളിൽ നിന്നും നെറ്റിലൂടെ അതുപോലെ തമിഴ്നാട് ആന്ധ്ര ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുന്ന ഏതെല്ലാം നേഴ്സറികളാണ് എനിക്കില്ലാത്ത ഐറ്റം നോക്കി അങ്ങനെ ഒരു 53 വെറൈറ്റി മുളകുകൾ ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. നമ്മുടെ നാടൻ ഇനങ്ങൾക്കൊപ്പം വിദേശികളായ ലോങ് ചില്ലി, ബ്ലഡ് ചില്ലി, കാപ്സിക്കം, ജർമ്മൻ വയലറ്റ് തുടങ്ങി പേരറിയാവുന്നതും പേരറിയാത്തതുമായ കാന്താരി സുന്ദരികൾ നേരെ വിടർന്നു വിരസി നിൽക്കുന്നത് കാണുമ്പോൾ ആരും ഒരു നിമിഷം കൗതുകത്തോടെ നിന്നുപോകും. ലോങ് ചില്ലി, ചില്ലീസ്, റെഡ് ഇങ്കി, അങ്ങനെ ക്യാപ്സിക്കയുടെ വിവിധ ഇനങ്ങൾ, എല്ലാ വെറൈറ്റി ക്യാപ്സിക്കയുടെ തന്നെ 4 സൈസ് ക്യാപ്സിക്ക സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ മുളകിന്റെ പേരറിയാവുന്ന അറിയാൻ പാടില്ലാത്ത ഒരുപാട് ഐറ്റംസ് 53 വെറൈറ്റി. വീണ്ടും പുതിയ പുതിയ മുളകുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പോളിത്തീൻ ബാഗിൽ വളർന്നു നിൽക്കുന്ന വിദേശികളായ കാന്താരി ചെടികളെ മിനറൽ വാട്ടർ ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത്. സാധാരണയുള്ള ജൈവ വളപ്രയോഗം തന്നെയാണ് പ്രഹ്ലാദൻ കാന്താരികളിലും അവലംബിക്കുന്നത്. കീടരോഗബാധയെ പ്രതിരോധിക്കാനായി ജൈവ കീടനാശിനിയും ഉപയോഗിക്കുന്നു. പരിപാലനം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ പോളിത്തീൻ ബാഗിൽ മണ്ണും ചാണകവും അതുപോലെ കോഴിവളവും കൂടി ഫിക്സ് ചെയ്തിട്ടാണ് പോളിത്തീൻ ബാഗ് ഇടുന്നത്. ഇപ്പം സാമാന്യം യാതൊരു കുഴപ്പമില്ല, കൃഷി നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ കാലാവസ്ഥയുടെ ചേഞ്ചിങ്ങിൽ മറ്റേ ഫോറിനുള്ള കാലാവസ്ഥ മുളകുകൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകിന് ചില മുരളിച്ച, പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ട് ഇതെന്നൊരു ഗോമൂത്രം അതുപോലെ തന്നെ ചാണകവും വേറെ 1-2 കാന്തകാരി മുളക് വെളുത്തുള്ളി ഇവ മിക്സ് ചെയ്ത് അതിൽ സ്പ്രേ ചെയ്താണ് ഞാൻ തളിക്കുന്നത്. അതുകൊണ്ട് ആ മുരളിച്ചയ്ക്ക് അതിൻ്റെയൊക്കെ കുറവുണ്ട് എനിക്കിപ്പോൾ. വിദേശ ഇനങ്ങളുടെ നമ്മളിപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഞാൻ അതിന് തുടങ്ങിയപ്പോൾ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ചില മരുന്നുകളും അതുപോലെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ വളങ്ങൾ തന്നെയൊക്കെയാണ് അതിനിപ്പോൾ ചെയ്യുന്നത്. പ്രത്യേക വളങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. നക്ഷത്ര ഹോട്ടലുകൾ, വിവാഹ പാർട്ടികൾ, മറ്റ് ആഘോഷ പാർട്ടികൾ തുടങ്ങിയവരാണ് പ്രഹ്ലാദൻ കാന്താരി മുളകുകളുടെ പ്രധാന ആവശ്യക്കാർ. കല്യാണ പാർട്ടികൾ, അതുപോലെ തന്നെ മുന്തിയ ഹോട്ടലിലെ ക്യാപ്സിക്ക വെറൈറ്റികൾ, അതുപോലെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും ഹോട്ടലുകളും മിക്ക ആൾക്കാരും ആവശ്യക്കാർ വരും. ഞാൻ അവർക്ക് മുളക് കൊടുക്കാറുണ്ട്. അപ്പം എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഒരു വെറൈറ്റി, ആരും ചെയ്യാത്തൊരു വെറൈറ്റി കേരളത്തിൽ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ്. അല്ലാണ്ട് അതിനകത്തൊരു ലാഭം ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ. ഈ കാന്താരി സമൂഹത്തിന്റെ വിത്തുകൾ തയ്യാറാക്കി വ്യാപകമായി വിതരണം ചെയ്ത് ഒരു കാന്താരി വിപ്ലവം തീർക്കുക എന്നതാണ് പ്രഹ്ലാദന്റെ അടുത്ത സീനിലെ പ്രധാന റോൾ. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും. KSFE വിശ്വസ്തം, സുരക്ഷിതം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ കൃഷിയിൽ പരിശീലനം. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് അടുത്ത ഘട്ടം ഒക്ടോബർ 7 മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ കൃഷിയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗം, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റെയിൻ ഗാർഡിംഗ്, റബ്ബർ പാൽ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. ഈ മാസം 5 മുതൽ 9 വരെ കോട്ടയത്ത് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തും. പരിശീലന മാധ്യമം മലയാളമാണ്. പരിശീലന ഫീസ് 1500 രൂപ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 04812351 മറ്റൊരു നമ്പർ 048123533127. എറണാകുളം പാമ്പാക്കുള ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തിരുമാറാടിയിലെ കാക്കൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ആർമി അഗ്രോ സർവീസ് സെന്ററിൽ നിന്ന് കാർഷിക സേവനങ്ങൾ ലഭ്യമാക്കുന്നു. തേങ്ങയിടൽ, തെങ്ങിൻ മണ്ട വൃത്തിയാക്കൽ എന്നീ ജോലികളും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, വിത്തുകൾ, മറ്റു ഉൽപാദനോപാധികൾ എന്നിവ യഥാസമയം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ പ്രവർത്തിക്കുന്ന ബയോഫാർമസിയിൽ നിന്ന് കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള ജൈവവളം, ജൈവ രാസകീട കുമിൾനാശിനികൾ, ഗ്രോ ബാഗുകൾ മുതലായവ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറുകൾ 9448205532. മറ്റൊരു നമ്പർ 9645871948. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ അടുത്ത ഘട്ടം ഒക്ടോബർ 7 മുതൽ നവംബർ 4 വരെ നടപ്പിലാക്കും. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതാണ്. പശു, എരുമ, പന്നി എന്നിവയെ കുത്തിവയ്പിന് വിധേയമാക്കുന്നു. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471255651. മറ്റൊരു നമ്പർ 0471325628. കാസർഗോഡ് പള്ളിക്കര കൃഷിഭവൻ ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോടെ തേനീച്ച കൃഷിയിൽ പരിശീലനം നൽകുന്നു. ഒക്ടോബർ 6, 7, 8 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 046722722124. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴുതന വർഗ പച്ചക്കറികളെ വ്യാപകമായി ബാധിക്കുന്ന കായ്തുരപ്പിനെ നിയന്ത്രിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു. ട്രൈക്കോഗ്രാമ ചിലോണിസ് എന്ന പരാദജീവി കായ്തുരപ്പൻ പുഴുക്കളെ കൊല്ലാനാവും. ഇതിന്റെ 250 മുതൽ 400 മുട്ടകൾ വരെ പതിച്ച കാർഡുകൾ കമ്പുകളിൽ നാട്ടി കൃഷിയിടത്തിൽ 10 അടി അകലത്തിൽ വയ്ക്കണം. ഇതിലൂടെ നല്ല തോതിൽ കായ്തുരപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അധിക വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 09448503867. കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 10,900 രൂപ, കോഴിക്കോട് 11,800, തൃശൂർ 10,600. കൊപ്ര കൊച്ചി 7,355 രൂപ, കോഴിക്കോട് 7,500, തൃശൂർ 7,225. കുരുമുളക് അൺഗാർബിൾഡ് 63,400 രൂപ, ഗാർബിൾഡ് 66,400. ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500. മഞ്ഞൾ സേലം 7,700, ഈറോഡ് 8,000. അടയ്ക്ക പുതിയത് 21,500 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350 രൂപ. കമ്പോളം നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,900 രൂപ, കൊപ്ര 7,355, പിണ്ണാക്ക് എക്സ്പെല്ല 2,100, റോട്ടറി 2,400, കുരുമുളക് അൺഗാർബിൾഡ് 63,400, ഗാർബിൾഡ് 66,400, ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500, അടയ്ക്ക പുതിയത് 21,500 രൂപ മുതൽ 25,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 രൂപ മുതൽ 200 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325 മുതൽ 360 വരെ. ജാതിപത്രി 550 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 830 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350, ഒട്ടുപാൽ 7,450, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം.
റബ്ബർ അവധി വ്യാപാരത്തിലെ ഉണർവ് കണ്ട് ടയർ കമ്പനികളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും ഉൽപാദന മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവധി നിരക്കുകൾ ഉയർന്നത് നേട്ടത്തിന് അവസരമൊരുക്കുമെന്നാണ് കാർഷിക മേഖലയുടെ വിലയിരുത്തൽ. പച്ച ഇഞ്ചിയുടെയും ചുക്കിന്റെയും ലഭ്യത ചുരുങ്ങിയിട്ടും നിരക്ക് താഴ്ന്നു. വാങ്ങൽ താൽപര്യം കുറഞ്ഞതോടെ വിവിധയിനം ചുക്കിന് 500 രൂപയുടെ നഷ്ടം നേരിട്ടു. മുഖ്യ വിപണിയിലേക്കുള്ള ഹൈറേഞ്ച് കുരുമുളക് വരവ് കുറഞ്ഞിട്ടും കിലോ 640 രൂപയിൽ മാറ്റമില്ലാതെ ഇടപാടുകൾ നടന്നു. വിദേശ രാജ്യങ്ങൾ മുളകിൽ താൽപര്യം കാണിച്ചില്ല. ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 943 രൂപയിലും ശരാശരി ഇനങ്ങൾ 641 രൂപയിലുമാണ്. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ലേലകേന്ദ്രങ്ങൾ കനത്ത തോതിൽ ചരക്കെത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണെങ്കിലും കോഴിക്കോട്, തൃശൂർ മാർക്കറ്റുകൾ തളർച്ചയിലാണ്. കൈവശമുള്ള എണ്ണ വിറ്റുമാറാൻ മില്ലുകാർ നീക്കം നടത്തിയത് വിലയെ ബാധിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.9, 24.4. കൊച്ചി 31.2, 23. ആലപ്പുഴ 31, 24.2. പുനലൂർ 32.2, 23. തിരുവനന്തപുരം 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.